ഹായ്, ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ സൗണ്ട് വേവ്സ്. ഈ ചാപ്റ്ററിലെ 22ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ടെക്സ്റ്റിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പോലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. ദ എക്കോ ഓഫ് എ ഫയർ ക്രാക്കർ, അത് കതിന, ഈസ് ഹേർഡ് ആഫ്റ്റർ 1 second by the person who burst it. How far is the reflecting surface from the person hearing the echo? എത്ര അകലെ നിന്നാണ് നമുക്ക് എക്കോ കേൾക്കാൻ പറ്റും? സ്പീഡ് ഓഫ് സൗണ്ട് ഇവിടെ 350 മീറ്റർ/സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, ഈ ഡിസ്റ്റൻസ് നമ്മൾ സൗണ്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് പോയി ഈ 350 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ സൗണ്ട് സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് നമ്മുടെ ചെവിയിലെത്തണം. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ രണ്ടായിട്ട് കണക്ക് കൂട്ടണം. അപ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി അത് വെച്ച് നോക്കുവാണെങ്കിൽ 1/10 സെക്കൻഡ് സമയമാണ് നമ്മുടെ ചെവിയിൽ ആ സൗണ്ട് തങ്ങിക്കുക. അപ്പോൾ ആദ്യം കേട്ട സൗണ്ട് നമ്മുടെ ചെവിയിൽ നിന്ന് പോയിട്ട്, അതായത് 1/10 സെക്കൻഡിന് ശേഷം വീണ്ടും ഈ സൗണ്ട് എത്തിയാലാണ് നമുക്കിത് എക്കോ ആയിട്ട് കേൾക്കാൻ പറ്റും. ഇവിടെ ചെയ്തിരിക്കുന്നത് d be the distance to the reflecting surface. Then the total distance traveled by the sound to the reflecting surface and back will be 2d. അതായത് സൗണ്ട് അവിടെ പോയി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരണം. അപ്പോൾ അവിടെയുള്ള അങ്ങോട്ടേക്കുള്ള ദൂരം എത്രയാണോ അതിൻ്റെ ഇരട്ടി വേണം സൗണ്ട് തിരിച്ചെത്താൻ. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമ്മൾ 2d എടുത്തു. അപ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈമാണ്. അപ്പോൾ നമ്മൾ അത് 2d എന്നെടുക്കാം. ഇവിടെ ഡിസ്റ്റൻസ് നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ 2d എന്ന് എടുത്തു. 2d ബൈ t എന്നെടുത്തു. ഇവിടെ ദ എക്കോ ഓഫ് ഫയർ ക്രാക്കർ ഈസ് ഹേർഡ് ആഫ്റ്റർ 1 second ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1 second ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് ആണ്, d ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ മാറ്റി എഴുതി. v is equal to 2d by t ആണ്. അപ്പോൾ d is equal to കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ v ഇൻറ്റു ടി ആകും. ആ 2 ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു ബൈ 2 ആയി. അപ്പോൾ v ഇൻറ്റു ടി ബൈ 2 ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ 350 ഇൻറ്റു 1 ടൈം ബൈ 2 മീറ്റർ ആണ്. അപ്പോൾ 175 മീറ്റർ ആണ് ആ ഡിസ്റ്റൻസ്. അപ്പോൾ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് വിൽ ബി 175 മീറ്റർ എവേ. ഇത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ ദ എക്കോ ഇൻ വാട്ടർ? കൺസിഡർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ ഈസ് 1480 മീറ്റർ/സെക്കൻഡ്. ഇവിടെ എയറിൽ നമുക്ക് 350 മീറ്റർ ആണ് വന്നിരുന്നത്. ഇവിടെ എക്കോ കേൾക്കുന്ന മിനിമം ഡിസ്റ്റൻസ് അല്ല ചോദിച്ചത്. 1 സെക്കൻഡ് ടൈം അവിടെ തന്നു, ടൈം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ 1 സെക്കൻഡ് സമയം കഴിഞ്ഞിട്ട് അപ്പോൾ എത്ര ദൂരെ പോയിട്ടാണ് റിഫ്ലക്ട് ചെയ്തത്, ആ ഡിസ്റ്റൻസ് ആണ് ഈ ടെക്സ്റ്റിൽ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ്, അപ്പോൾ ടൈം വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എക്കോ കേൾക്കാൻ വേണ്ട മിനിമം ഡിസ്റ്റൻസ്, ഞാൻ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, എക്കോ ആയിട്ട് കേൾക്കാൻ വേണ്ട മിനിമം സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡിൻ്റെ 10⁻⁻, 1/10 സെക്കൻഡ് സമയത്തേക്ക് ആ സൗണ്ട് നമ്മുടെ ചെവിയിലുണ്ടാവും. അതിന് ശേഷം വരുന്നതാണ് നമുക്ക് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ട് എക്കോ ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം, ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. ഇവിടെ എയറിലല്ല വാട്ടറിലാണ്. അപ്പോൾ നമുക്ക് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1480 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് മിനിമം ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ മിനിമം സൗണ്ട്, മിനിമം ടൈം 1/10 സെക്കൻഡ് ആണ്. മിനിമം ടൈം ഇൻ്റർവെൽ ഫോർ എക്കോ ഇസ് ഈക്വൽ ടു 1/10 സെക്കൻഡ് ആണ്. ഈ 1/10 നമുക്ക് വേണ്ടത് മിനിമം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 1/10 സെക്കൻഡ് കഴിഞ്ഞാലാണ് നമുക്ക് എക്കോ കേൾക്കാൻ പറ്റുക. അപ്പോൾ ആ ടൈമിനുള്ളിൽ എത്ര ഡിസ്റ്റൻസ് ഈ സൗണ്ട് ട്രാവൽ ചെയ്യണം, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ മിനിമം ഡിസ്റ്റൻസ്
മിനിമം ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടൈം വെലോസിറ്റി അല്ലെങ്കിൽ സൗണ്ടിൻ്റെ സ്പീഡ് ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 2 ആണ്. 2 എടുക്കാനുള്ള കാരണം കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു. അപ്പോൾ സൗണ്ട് ഒരു സ്ഥലത്തേക്ക് പോകണം, അവിടെ പോയിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരണം. അപ്പോൾ ടോട്ടൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നതും കൂട്ടി ആ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ പകുതി മതി ഈ സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ പകുതി, അതുകൊണ്ടാണ് ഇവിടെ ബൈ 2 എന്നിട്ടേക്കുന്നത്. ഈക്വൽ ടു ഇവിടെ വി തന്നിട്ടുണ്ട് 1480 ഇൻറ്റു അവിടെ ടൈം എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ടൈം 1/10 സെക്കൻഡാണ് ഡിവൈഡ് ബൈ ഈക്വൽ ടു ഇവിടെ നമുക്ക് ഈ 10 കൊണ്ട് ഇതിനെ കട്ട് ചെയ്യാം. അപ്പോൾ 148 ബൈ ഈക്വൽ ടു 74. അപ്പോൾ എയറിൽ വ്യത്യാസമായിരിക്കും, വാട്ടറിലാകുമ്പോൾ 1480 മീറ്റർ പെർ സെക്കൻഡാണ് സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. എയറിലായാലും കുറവാണ്. അപ്പോൾ അത്രയും സ്പീഡിൽ പോകുന്ന സൗണ്ട് സോഴ്സിൽ നിന്നും അവിടെ വരെ പോയി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരണം. സൗണ്ട് ആകെ സഞ്ചരിക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഒരു സെക്കൻഡ് കൊണ്ടാണ് ഈ 1480 മീറ്റർ പോകുന്നത്, 1480 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ 1/10 സെക്കൻഡ്, അതിൻ്റെ 10 സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതാണ് ഇൻറ്റു 1/10 ചെയ്തേക്കുന്നത്. 148 മീറ്ററാണ്. ഈ 148 മീറ്റർ എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് പോയി തിരിച്ചു വരണം. അപ്പോൾ ഈ സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിൻ്റെ പകുതിയായിരിക്കും. അതാണ് 148/2 74 മീറ്ററാണ് മിനിമം ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് അതിൽ കൂടുതൽ ഉള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കത് എക്കോ ആയിട്ട് കേൾക്കും.